ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതായത് നമ്മളെ ഇത്രയും അധികം നാളുകൾ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു വർഷമായി 2025 മാറട്ടെ. അതുപോലെ തന്നെ നമ്മളെ വിമർശിച്ച ആളുകൾക്കും, നമ്മളെ ഇഷ്ടപ്പെടാത്ത വിമർശനം മാത്രം പറയുന്നവർ ഇല്ല, അപൂർവമായിട്ടേ ഉള്ളൂ അങ്ങനെ എൻ്റെ ചാനലിൽ. സോ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേ, ഈ ഒരു വർഷത്തിൽ അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അടുത്ത കാലത്ത് റിയാക്ട് ചെയ്ത് ഫാമിലി വ്ളോഗേഴ്സിനെ ആയിരുന്നു. സോ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് പറയാതെ ഈ ഒരു വർഷം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം ഉറ്റുനോക്കാൻ പോകുന്നത് ഫാമിലി വ്ളോഗിൽ എന്താണ് ഈ ഒരു 2025 സംഭവിക്കുക എന്നുള്ളതാണ്. സോ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയണം. അതായത് ഇതിൽ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്ന എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. സോ തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരു കമന്റ് എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സോ തീർച്ചയായും 2025 ഏറ്റവും അധികം നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഫാമിലി വ്ളോഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സെൻസേഷണൽ ആവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. സോ അതിൽ ഏറ്റവും നിങ്ങൾ എക്സൈറ്റഡ് ആവുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മറ്റാരുമല്ല, ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തിയാണ്. സോ ഷാജിദ ഷാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓളാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഏറ്റവും അധികം സെൻസേഷണലായി നിന്നൊരു പകയെത്തി. തീർച്ചയായും 2025 ഷാജിദ തന്റെ പടയോട്ടം തുടരുമെന്നാണ് കരുതുന്നത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏറ്റവും അധികം ഷാജിദയ്ക്ക് ഈ പറഞ്ഞ പോലെ പ്രപ്പോസൽ വരുന്ന ഒരു വർഷമായി ഒരുപക്ഷെ 2025 മാറിയേക്കാം. അതായത് ഈ വരാൻ പോകുന്ന വർഷം ഏതാണ്ട് 1000-ഓളം പ്രപ്പോസലുകൾ ഷാജിദയെ തേടിയെത്തേക്കാം. അതിൽ ഈ പ്രമുഖ ഉസ്താദുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ മാത്രമല്ല, ഒരുപക്ഷെ 26 അല്ല 18 വയസ്സ് പൂർത്തിയായ ചില പഹയന്മാർ പോലും ഷാജിദയെ കല്യാണം കഴിക്കാനുള്ള പ്രപ്പോസലുമായി മുന്നോട്ട് വന്നേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 2025 അവസാനത്തോടു കൂടി ഷാജിദ എന്ന് പറയുന്ന ഈ ഒരു പഹയത്തിയായിട്ട് നിൽക്കുക കഴിയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും ഏറ്റവും അധികം ഷാജിദ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു വർഷവുമായി 2025 ഒരു വിഷയം മാറിയേക്കാം. അടുത്ത ആളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റാരുമല്ല, പേളിമാണിയാണ്. പേളിമാണിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായും പേളിമാണിയെ സംബന്ധിച്ച് പേളിമാണി ഇതുപോലെ പേളിമാണി ഷോ ഒക്കെ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഫാമിലി വ്ളോഗിൽ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. സോ പേളിമാണി ഒരുപക്ഷെ ഈ പറഞ്ഞ പ്രസവ വ്ളോഗേഴ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഗർഭിണിയാവാനുള്ള ഒരു ചാൻസ്, അതുപോലെ തന്നെ ശ്രീനിഷിന് ജോലി ഇല്ല എന്നുള്ളൊരു ചീത്തപ്പേര് ഒഴിവാക്കാനും ഒരുപക്ഷെ ഒരിക്കൽ കൂടി ഗർഭിണിയാകാനുള്ള ഒരു ചാൻസ് 2025 കാണുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പ്രസവ വ്ളോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയായിരിക്കാം അത്. അടുത്ത ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ ടി ഫാമിലിയാണ്. ടി ഫാമിലി ഷെമിയുടെ ഡെലിവറി ഈ 2025 ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രസവ വ്ളോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ മനം കുളിർക്കുന്ന ഒരു പ്രക്രിയയാണ് അത്. തീർച്ചയായും ഈ 2025 കൂടി ടി ഫാമിലിയുടെ ഷെമി എന്ന് പറയുന്ന ഈ പഹിയെത്തി അങ്ങനെ 4-5 അറിയില്ല, ആ ഒരു പ്രസവം കൂടി ഉണ്ടാവും. അത് തീർച്ചയായും വളരെയധികം സെൻസേഷനായി മാറാൻ ശേഷിയുള്ളതും അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് അവിടെ ചാനലിൽ വരാൻ ശേഷിയുള്ള ഒരു കണ്ടന്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചു പ്രവീൺ, നമുക്കറിയാം പ്രവീൺ പ്രണവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2024 ഏറെ സെൻസേഷണലായ ന്യൂസിൽ പങ്കാളിയായ വ്യക്തികളായിരുന്നു. സോ തീർച്ചയായും 2025 ഒരുപക്ഷെ കൊച്ചുവും അച്ഛനും കൊച്ചച്ഛനും ഇളയച്ഛനും ഒക്കെ ഒന്നിക്കുന്ന ഒരു വീഡിയോ ഒരുപക്ഷെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മൃദുല ഒരുപക്ഷെ ഈ വർഷം അവസാനത്തോടു കൂടി ഒരിക്കൽ കൂടി, അതായത് പ്രസവ വ്ളോഗേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി മറ്റു പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രഗ്നന്റ് ആവാനുള്ള ഒരു ശ്രമം തുടങ്ങാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. കൊച്ചുവിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കൊച്ചു പ്രസവ വ്ളോഗിന് മാത്രമാണ് ഇനി ഒരു സാധ്യത എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ കൊച്ചു ഒരു കല്യാണം കഴിക്കാനും പഹയത്തെ പ്രഗ്നന്റ് ആക്കി എടുക്കാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2025 ഏതാണ്ട് 1000-ൽ പരം പുതിയ, അതായത് യങ്ങസ്റ്റ് ആയിട്ടുള്ള പുതിയ പ്രസവ വ്ളോഗേഴ്സ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഏറ്റവും അധികം ഗർഭിണികളുള്ള ഒരു ഇയറായി ഒരുപക്ഷെ 2025 യൂട്യൂബിൽ മാറിയേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രഗ്നൻസി കിറ്റ് ചെലവാകുന്ന ഒരു വർഷമായി 2025 തീർച്ചയായും മാറിയേക്കാം. അടുത്ത ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിലെ സിജോ ആണ്. സിജോയുടെ കല്യാണം 4-ാം തീയതി കഴിയാൻ പോവാണ്. നമ്മുടെ സുഹൃത്തു കൂടിയാണ്. സിജോയെ നമ്മൾ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ സിജോ കല്യാണം എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ദൂരെ ആയതുകൊണ്ട് മിക്കവാറും പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. എനിവേ കല്യാണം കഴിയുന്നതോടുകൂടി ഈ സിജോ എന്ന് പറയുന്ന പഹയൻ ഒരുപക്ഷെ ഫാമിലി ബ്ലോഗിലോട്ട് കടക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പ്രസവ ബ്ലോഗിന്റെ ആ ഒരു സാധ്യത മനസ്സിലാക്കി ഒരു പുതിയ പ്രസവത്തിന് വേണ്ടി ഒരു ചാനൽ തുടങ്ങാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത കല്യാണം കഴിഞ്ഞ നമ്മുടെ ഫാമിലി വ്ളോഗ് വിദഗ്ധൻ കൂടിയായ, അതായത് ഫാമിലി വ്ളോഗിനെ ഏറ്റവും അധികം കണ്ടന്റ് ആക്കി മാറ്റുന്ന നമ്മുടെ ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന ആ ഒരു പഹയന്റെ കല്യാണം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഓന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു മൂവ്, അതായത് ഒരു പ്രസവത്തിന് വേണ്ടി പുതിയൊരു ചാനൽ തുടങ്ങാനുള്ള വലിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കേസിന്റെ ഭാഗത്തു നിന്നൊരു പ്രസവ ബ്ലോഗ് തന്നെ
ഈ വരുന്ന വർഷം പ്രതീക്ഷിക്കാം. അടുത്ത പക എന്ന് പറയുന്നത് നമ്മുടെ സായി കൃഷ്ണ അഥവാ കണ്ണൻ സായി എന്നറിയപ്പെടുന്ന നമ്മുടെ ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സദാസമയവും ഇപ്പോൾ ഏറിൽ പോയി വന്നുകൊണ്ടിരിക്കുന്ന സായി കൃഷ്ണയാണ്. ഓനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓന്റെ ചാനലിന്റെ ഒരു മുന്നോട്ട് പോക്കിന് തീർച്ചയായും ഒരു പ്രസവ വ്ലോഗ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഈ വരുന്ന വർഷം തീർച്ചയായും സ്നേഹ എന്ന് പറയുന്ന പഹയത്തെ ഗർഭിണിയാക്കി ഓൻ പ്രസവിപ്പിക്കാനുള്ള ശ്രമം ഓന്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു കുടുംബനാഥനായ ഈശ്വര വിശ്വാസിയായ ഒരു കണ്ണൻ സായി ആയി അദ്ദേഹത്തിന് മാറാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ഇല്ലാത്ത വിധം ഓന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഈവൻ പ്രസവം പോലും കാറിൽ തന്നെ നടത്താനുള്ള ഒരു അറ്റംപ്റ്റ് ഒരുപക്ഷെ ഓൻ നടത്തിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ നൈറ്റ് മെമ്പർഷിപ്പ് ചാനൽസ് നിമിഷ ബിജോ ഉൾപ്പെടെയുള്ള വേറെ കുറെ ആൾക്കാരുണ്ട്. നിമിഷയാണ് അതിലൊരു പ്രമുഖ ആയിട്ട് ഇപ്പോൾ മെമ്പർഷിപ്പ് തുടങ്ങിയ ഒരു വ്യക്തി. സോ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഈ പകയത്തികളൊക്കെ ഒരുപക്ഷെ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്ത ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മെമ്പർഷിപ്പിനോടൊപ്പം ചില കിറ്റുകളും അതായത് ചില ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും ഒരുപക്ഷെ ഫ്രീ ആയി സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള ചാൻസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പകയത്തി 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പകയത്തി അഞ്ജിത നായർ എന്ന് പറയുന്ന ആ പകയത്തി ഓളുടെ കല്യാണം ഈ 2025 നടക്കാനും അതുപോലെ തന്നെ ഓളും ഒരു പ്രസവ ബ്ലോഗിലേക്ക് കടന്ന് ഓളുടെ ചാനലും പഴയ പോലെ പുഷ്ടി പിടിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. സോ ഇത്രയുമാണ് പ്രധാനമായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രധാനമായി എന്റെ കണ്ണിൽ കണ്ട അടുത്ത വർഷം സെൻസേഷണൽ ആവാൻ പോകുന്ന ഫാമിലി ബ്ലോഗുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ. ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം എക്സൈറ്റഡ് ആയി തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് ഇവയിൽ ഏതായിരിക്കുമെന്ന് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. സോ തീർച്ചയായും ഏവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമായി 2025 മാറട്ടെ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.